ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് ഇപ്പം തന്നെ എല്ലാവർക്കും പിടികിട്ടി കാണുമല്ലോ. അങ്ങനെ 2 മാസത്തെ അവധിയൊക്കെ കഴിഞ്ഞേച്ച് നമ്മുടെ അമ്മമാരുടെ എല്ലാം അംഗംവെട്ടൽ ആരംഭിച്ചല്ലേ. ശരിക്കും ഞാനൊക്കെ ഓർത്ത് സ്കൂൾ അടയ്ക്കോ 2 മാസത്തെ അവധി, എൻ്റെ ദൈവമേ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ. പക്ഷേ 2 മാസം പോയ വഴി അറിയത്തില്ല ഗൈസ്. ശരിക്കും ഇവരിത് നാളെ സ്കൂളിൽ പോകുന്നതൊക്കെ വരുമ്പോഴത്തേക്കും എന്തോ ഒരു വിഷമം പോലെ. 2 മാസം എങ്ങനെ തള്ളി നീക്കുമെന്ന് വിചാരിച്ചിട്ട് 2 മാസം പോയതേ അറിയത്തില്ല. കുട്ടികളോട് സാധനം എടുക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്ത് പോയ ഞാൻ ബെഡ് കവർ കണ്ടപ്പോൾ അവിടെ തുടങ്ങി ഞാൻ ആ ഗൈസ് സ്കൂളിൽ പോകുന്നത് നോക്ക്. എനിക്ക് ചെരുപ്പ് മേടിച്ചു, പാൻറ് മേടിച്ചു, പിന്നെന്താ ഷർട്ട് മേടിച്ചു, പിന്നെന്താ വാങ്ങി, ഒരു കുട വാങ്ങി. അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിൽ പിള്ളേരാണോ നീയാണോ സ്കൂളിൽ പോകുന്നതെന്ന്. ശരിക്കും പിള്ളേർക്ക് എന്തൊക്കെ വാങ്ങിയെന്ന് എനിക്കറിയത്തില്ല, എനിക്കുള്ളതെല്ലാം ഞാൻ വാങ്ങി. ഇങ്ങനെയുള്ള കടയിലോട്ടും തുണിക്കടയിലോട്ടും ഒന്നും എന്നെ കയറ്റി വിടാതിരിക്കുന്നത് നല്ലത്. എനിക്കൊന്നും ആവശ്യമില്ലല്ലോ. ഇറങ്ങുമ്പോൾ 1-2 സാധനം കൈ കാണും, എന്നാലും ഉണ്ടല്ലോ എനിക്ക് ആവശ്യമില്ലാത്ത ഒന്നുമില്ല, എല്ലാം പോയി എടുത്ത് നോക്കുക. കണ്ടോ, ഇന്ന് നോക്കാത്ത ഒരിടവും ഇല്ല. കടയിൽ ഇനി എന്തേലും ഞാൻ കാണാതെ എവിടെയെങ്കിലും മറഞ്ഞിരിപ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എല്ലായിടത്തും കയറി എല്ലായിടത്തും നോക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. നമ്മുടെ അപ്പൂസ് പിന്നെ കുടുക്കയുടെ ആളാണല്ലോ. എപ്പോഴും എന്ത് ചില്ലറ കിട്ടിയാലും കുടുക്കയ്ക്കകത്ത് കൊണ്ടിട്ടുള്ളൂ. അങ്ങനെ അവനൊരു കുടുക്കയൊക്കെ വാങ്ങി അവനുള്ള പാത്രമൊക്കെ എടുക്കുവാണ്. സാധനം മേടിക്കുമ്പോഴെല്ലാം അപ്പൂസ് പറയുന്നുണ്ട് ഒന്ന് നേരം വെളുത്താൽ മതിയായിരുന്നു, പെട്ടെന്ന് നേരം വെളുത്താൽ മതിയായിരുന്നു. എന്താ പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് പുത്തൻ ബാഗും പുത്തൻ കുടയും ആ ഒരു എല്ലാമായിട്ട് പോകാനുള്ള തിരക്ക്. ഞാൻ പറഞ്ഞു എന്നും ഈ ഇതുപോലെ കാണണേ. അങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി അങ്ങനെ നമ്മുടെ പ്രവേശനോത്സവം എത്തി. കുഞ്ഞു കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കരച്ചിലും പിഴിച്ചിലും ഒന്നും കേൾക്കാനില്ല. എല്ലാവരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. പുത്തനുടുപ്പൊക്കെ ഇട്ട് കളർഫുള്ളായിട്ട് ഇതാണ്ട് എല്ലാവരും നടക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രതീക്ഷയുടെ ഒരു അധ്യയന വർഷം കൂടി ആരംഭിച്ചിരിക്കുവാണ്. പകല് തന്നെയായി എന്നെ കേട് തീർക്കുന്നു ജിബ്രുക്കുട്ടൻ. ഇപ്പൊ കേറി കിടക്കുവേ. ഇവിടെ കേൾക്കുന്നേ നീ കിടക്കണ്ട ഇബ്രുക്കുട്ട മുന്നേ മാറ്റി വെച്ചു കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മൂക്കായിട്ട് വായിരിക്കും. കൊച്ചു ബാവു എന്റെ കൊച്ചാണ്.
ഡേ 2 അത്ര ഇന്നലത്തെ അത്രയും ആവേശം ഒന്നും കാണാനില്ല. എന്നാലും ഉണ്ട് കേട്ടോ, കളർഫുള്ളായിട്ടാണല്ലോ. യൂണിഫോമൊക്കെ കിട്ടി തുടങ്ങുന്നേ ഉള്ളൂ. രാവിലെ എഴുന്നേക്കാനായിട്ട് ഒരു വിളി വിളിച്ചു, 2 വിളി വിളിച്ചു. അതിൽ 3ാമത്തെ വിളിക്ക് ആൾ റെഡി ആയിട്ട് എത്തി. 7:45 വണ്ടി വന്നു. പോന്നു. അങ്ങനെ പെതിയെ പൊന്നായെ ഉറക്കിക്കൊണ്ട് കിടത്താനായിട്ട് നോക്കിയത് നൈസായിട്ട് പാളിപ്പോയി ഗൈസ്. കയ്യിലെ ചൂട് മാറിയതേ അവൾ അറിഞ്ഞു. അങ്ങനെ ഞാൻ നേരെ പൊന്നാട് എടുക്കാൻ പോന്നു. രാവിലെ എല്ലാം ഒരുമാതിരി പണികളൊക്കെ തീർന്നു. അത് തന്നെയല്ല, ഇവർ 2 മാസമായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് നമ്മൾ തന്നെയായി പോയ പോലെ ഒരു തോന്നല വീട്ടിലോട്ട് ചെന്നപ്പോൾ. അപ്പം ഞാൻ പൊന്നായുടെ എടുക്കലോട്ട്, അമ്മ എടുക്കുന്നുണ്ട് പൊന്നായെ. അപ്പോൾ പൊന്നായുടെ എടുക്കലോട്ട് ഇങ്ങ് പോന്നു. ഞാൻ വരുമ്പോൾ ഉറക്കത്തിനുള്ള ചെറിയ വഴക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പൊന്നായെ ഉറക്കുന്നതും കുളിപ്പിക്കുന്നതും പൊട്ടു തൊടിയിക്കുന്നതും ഒക്കെ. അച്ചോടാ അമ്മയുടെ ചുന്ദരി ഉറങ്ങി. പിന്നെ കണ്ണനും ക്ലാസ് തുടങ്ങിയില്ലല്ലോ. എന്നാലും അവരുടെ സ്കൂൾ വരെ ഇന്ന് പോകണമായിരുന്നേ. പോയിട്ട് വീട്ടിൽ വന്നപ്പോൾ ഞാനിങ്ങനെ ഇവർ 2 പേരും പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്ത് വീടെല്ലാം ഉറങ്ങിപ്പോയല്ലോ, ഒത്തിരി പേര് പോയ പോലെ എന്ന്. അതുപോലെ തന്നെ അവൻ വന്നപ്പോൾ പറഞ്ഞമ്മേ അവനില്ലാഞ്ഞിട്ട് ആകെ വീട് ഉറങ്ങിയ പോലെ അല്ലേ എന്ന്. അതേ ഫീലായിരുന്നു എനിക്കും. അതുകൊണ്ട് ഞങ്ങൾ പെതിയെ ഇങ്ങോട്ട് പോന്നു. അങ്ങനെ പൊന്നാ നല്ല ഉറക്കമായി, പെതിയെ കിടത്തി. ഇത്രയും ദിവസം ചേട്ടത്തിമാർ 2 പേരും വരുന്നു നോട്ടം. അങ്ങനെ 2 പേരും ഇന്ന് സ്കൂളിൽ പോയില്ലേ. അച്ചോടാ കിടപ്പ് നോക്കി കള്ളി. പൊട്ടൊക്കെ ഇച്ചിരി മാഞ്ഞ് കണ്ട അന്നേരം എനിക്കിങ്ങനെ എഴുതി കൊടുക്കണം, എന്നാലും എനിക്കൊരു സമാധാനമുള്ളൂ. ഉറങ്ങി എണീക്കുമ്പോഴത്തേനെ കണ്ണെഴുതാറില്ല, കൺവെൻഷനൊന്നും അത്ര ഒരു ഇതല്ലല്ലോ. എന്നാലും പ്രിയോ എഴുതി പൊട്ടും തൊട്ട് കഴിയുമ്പോഴാണ് എനിക്ക് സമാധാനമാവുന്നത്. ഇന്ന് ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിനെ ഞാൻ ഒരുക്കി എണീപ്പിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മുടെ പൊന്നാതാണ്ട് എഴുന്നേറ്റു. അവളുടെ പിടുത്ത എന്നെ മുടിയാലോ. വണ്ടി വരുന്നുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല പൊന്നായിക്ക് ഇങ്ങനെ കാഴ്ച കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണം. അമ്മ എനിക്കൊരു ചായ ഇട്ട് തന്നു. അപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമയം നടക്കട്ടെ. അപ്പോഴത്തേന് പൊന്നാടെ കുറുക്കൊക്കെ സെറ്റാക്കി കുറുക്ക് കുടിപ്പിക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാളമെല്ലാം എത്തി. കുഞ്ഞു കടുകുമണിയും കൂടെ വെക്കാവേ. നാളെ പോന്നു. ഇനി നീ എന്നെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരുന്നപ്പോൾ എല്ലാം തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. തുടങ്ങി വീണ്ടും അടി. അങ്ങനെ ഞങ്ങൾ കുറുക്ക് കുടിക്കാൻ പോവാണ്. ഈ അപാരതയൊന്നും പറയാതിരിക്കുകയാണ് ഗൈസ് നല്ലത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് അറിയാതെ അവൾ ഇങ്ങോട്ട് തിരിച്ചു വിടും. നോഡിസ്ക പഴയ സീഡിക്കകത്തോട്ട് ഇടുമ്പോൾ CD എടുക്കത്തില്ലെങ്കിൽ നേരെ തള്ളി ഇങ്ങോട്ട് വിടില്ല എന്ന് പറഞ്ഞ പോലെ നോഡിസ്കാണ് ഇവിടെ എന്നാ കുറുക്ക് കൊടുത്താലും. പിന്നെ ഒരു കാര്യം, ഇവിടെ കുറുക്കൊന്നും വേസ്റ്റ് ആകത്തില്ല. ചുറ്റിനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കൊച്ചു കുടിച്ച് തീർത്തില്ലെങ്കിൽ കുടിച്ച് തീർക്കാനുള്ള ആൾക്കാര് 2 അവളന്മാരുണ്ട് ഇവിടെ, അറിയാവോ? നിന്റെ കുറുക്കല്ലേ ഇവിളമാരാണോ കാട്ടുപൂച്ചെന്നേ? ഇപ്പൊ മൂക്കി പോയേന്. അത് ആത്ത് കൊടുക്കടാ. എന്റെ ജിബ്രു കൊണ്ടാ എന്താ ജിബ്രു? നീ പറ്റാറടോ ഇല്ല. ഒന്ന് അവൻ ചോട്ട് നിൽക്കുന്നു. ജിബ്രു 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 അവള് കാലിന് എവിടെ കൊണ്ടുപോയത്? എന്തുവാടി ഇത്?
തിരിച്ചു പോയി. കുഞ്ഞിന്റെ കുപ്പി ഒരു സൈഡിൽ കൂടെ കൊടുക്കും, ഒരു സൈഡിൽ കൂടെ കൊടുക്കും. ബോബു ഇവളുടെ തുണിയോ പറഞ്ഞാല് എന്നതായി കാണിച്ചു വെച്ചേക്കുന്നത്? എന്നതായി കാണിച്ചു വെച്ചേക്കുന്നത്? ഹായ് കുഞ്ഞിനെയാണോ? ഹായ് എന്ത് ഒരുത്തേം കൂടെ ഉണ്ടല്ലോ, ഒരു കള്ളിയും കൂടെ. ഇത് മിച്ചമുണ്ടേ ഇത്രയും ഒരു ശകല കുഞ്ഞിക്കളിയേ. വേണ്ടേ ഒരു കോരി കൊടുക്കണ അങ്ങോട്ട് കിടത്തി സ്പൂണിന് മാവ് വിളിക്കുന്നുണ്ടോ? ഇവിടെ വായിൽ കൊണ്ടുപോയി മധുരമുണ്ടോ നോക്കിയിട്ട് നോക്ക്. വാ വിളിക്കടി, ഞാൻ ഒന്നും പറയലടി. മധുരമുണ്ടോ? ഉണ്ടോ മധുരമുണ്ടോ? അങ്ങനെ പൊന്നാട് കുറുക്ക് കുടിക്കൽ അപാരതയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പേര് വേണമെന്ന് ശ്രദ്ധ മാറ്റിച്ചെങ്ങാണം ചെന്നേലായി. ധൃതി വെച്ചൊന്നും കൊടുക്കാൻ ഒരു രക്ഷയില്ല. ചേച്ചിമാർ രണ്ടുപേരും രഹസ്യമായിട്ട് കുടിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ പരസ്യമായി നാണം കെടുത്തിക്കൊണ്ടിരിക്കുക. പാവം പിള്ളേര്. ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഇതൊക്കെയാണ് ഗൈസ്. അപ്പൊ ശരി, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. ബൈ. ജിബ്രുവിനെ